നീക്സ് ക്രാഫ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന നമ്മുടെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. അവക്കാഡോ എഗ് സാലഡ്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെന്ന് പറയണത് നമ്മൾക്ക് വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നമ്മൾ ഈ സാലഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ് പണ്ട്. ഇപ്പം ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ സാലഡ് എന്ന് പറയുന്നത് നമുക്കൊരു സാൻഡ്വിച്ച് പോലെ കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 2 മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് ഒരു എഗ് യോക്ക് ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു പകുതി സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി തക്കാളി ഞാനിവിടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൾപ്പ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പൾപ്പ് ഞാൻ എടുത്തിട്ടില്ല, കാരണം അല്ലെങ്കിൽ നമ്മുടെ എഗ് യോക്ക് ഇങ്ങനെ സോക്കാവും. പിന്നെ ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു അവക്കാഡോയും വേണം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഈ അവക്കാഡോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഈ അവക്കാഡോയിൽ ചെറുതായിട്ട് ഇങ്ങനെ കളർ കണ്ടോ, ഇങ്ങനെ ഇത്തിരി ഡാർക്കായിട്ടൊക്കെ കാണുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇത് നന്നായിട്ട് പഴുത്തു പോയി, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി പച്ചയായിട്ടുള്ള അവക്കാഡോയാണ് ഇതിന് നല്ലത്. ഇത്രയും പഴുക്കേണ്ട ആവശ്യമില്ലെന്നാണ്. സാലഡായിട്ട് കഴിക്കുമ്പോൾ നല്ലത്. ഇപ്പോൾ സാൻഡ്വിച്ചായിട്ട് കഴിക്കുമ്പോൾ ഓക്കെയാണ്, നമുക്കിത് സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അവക്കാഡോ എല്ലാം സ്കൂപ്പ് ചെയ്തിടാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, പകുതി സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പൾപ്പ് ഇടരുത് കേട്ടോ. പൾപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എഗ് യോക്ക് ഇടുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സോഗി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക്. പിന്നെ നമുക്ക് ഒരു പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് ഇത് കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കിയിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നീട് നമുക്ക് ആ എഗ്ഗ് ഉണ്ടല്ലോ, എഗ്ഗ് നമുക്ക് ഇതിനകത്തേക്ക് കട്ട് ചെയ്തിടാം. അപ്പം നിങ്ങൾക്ക് കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഗ്ഗ് യോക്ക് ഉണ്ടല്ലോ അതങ്ങ് ഒഴിവാക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു എഗ്ഗ് യോക്ക് ഇട്ടതിന് ശേഷം ഒരെണ്ണത്തിൻ്റെ വൈറ്റ് മാത്രം ഇട്ടാലും മതിയാവും. ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങ് കട്ട് ചെയ്തിടുക. അതുപോലെ തന്നെ അടുത്തത് നമുക്കങ്ങ് കട്ട് ചെയ്തിടാം. ഇനി ഞാൻ അതിലേക്ക് വളരെ കുറച്ച് മാത്രം, ഒരു 1/4 ടീസ്പൂൺ പോലും പറയാൻ പറ്റില്ല, അത്രയും പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതിനെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വളരെയധികം ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് മിക്സ് ചെയ്യുക. ഭയങ്കരമായിട്ട് എൻ്റെ എഗ് യോക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞിതാവാതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോർക്ക് കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിൻ്റെ ഈ അവക്കാഡോ ഒക്കെ ഇങ്ങനെ കട്ട പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഉടച്ച് നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് ഫോർക്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ അവക്കാഡോ എഗ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ ഞാനിത് സാൻഡ്വിച്ച് ആക്കിയിട്ട് കൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ. ഞാനപ്പോൾ ഇവിടെ ഒരു ബ്രൗൺ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ സാലഡ് അല്ലെങ്കിൽ ഈ സാൻഡ്വിച്ച് മിക്സ് നമുക്കങ്ങ് വെച്ചൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ലഞ്ച് ബോക്സിൽ നമുക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക് യു.